ഹായ് ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറോപ്പതി യോഗ സെൻറ്ററിലെ ഒരു ഫാസ്റ്റിംഗ് ഡേയിലെ ഞാൻ എന്തൊക്കെ കുടിച്ചു എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നേരം വെളുത്ത് ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഏകദേശം ഒരു പകുതി കുപ്പി വെള്ളത്തോളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് യോഗയാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് 7 മണിക്ക് കുമ്പളങ്ങ ജ്യൂസാണ്. കുമ്പളങ്ങ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളരി ജ്യൂസ് അല്ലെങ്കിൽ തടിയങ്ക ജ്യൂസ്. അപ്പം അങ്ങനത്തെ ഒരു വൈറ്റ് ജ്യൂസാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മളുടെ ശരീരത്തിൽ നീര് കുറയ്ക്കാനൊക്കെയാണ് അത് ഉപകരിക്കുന്നത് എന്നാണ് അത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ ഉപ്പ് ഇടാതെ ആയിരിക്കും തരുന്നത്. അപ്പം അവിടെ നമുക്ക് ഉപ്പൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നമ്മളുടെ ടേസ്റ്റിന് എത്രയാണോ ഉപ്പ് അപ്പം അതനുസരിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പം അത് നമുക്ക് ഒരു ഗ്ലാസ്സാണ് കേട്ടോ തരുന്നത്. വലിയൊരു ഗ്ലാസ്സിൽ നിറച്ച് നമുക്ക് തരും. അപ്പം അത് ഞാൻ ഇതാണ്ട് മടമട കുടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സമയമാണ്. 10 മിനിറ്റ് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ മാക്സിമം വെള്ളം നമ്മൾ കുടിക്കുകയാണ് ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ ഒരു ദിവസം നമ്മളൊരു 3-4 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട്. അതും ഇങ്ങനെ മടമട കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം അതും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് 9 മണിക്കാണ്. അപ്പോൾ 9 മണിക്ക് നമുക്ക് കിട്ടുന്നത് ദാണ്ടേ ഈ ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പം സാധാരണ നമുക്ക് ഈ 9 മണി സമയത്ത് നാരങ്ങ വെള്ളം കിട്ടാറില്ല. അപ്പം നമുക്ക് സാധാരണ ഈ സമയത്ത് നമുക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് തണ്ണിമത്തൻ ഷോർട്ടായതിൻ്റെ പേരിൽ നമുക്ക് നാരങ്ങ വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ നാരങ്ങ വെള്ളത്തിനകത്ത് നാരങ്ങ വെള്ളമല്ല അവർ ചേർക്കുന്നത്, ശർക്കര പാനി കാച്ചി അതാണ് ചേർക്കുന്നത്. പ്ലസ് ഇഞ്ചിയും കൂടെ ചേർത്താണ് നമുക്കിത് തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ഞാനത് കുടിച്ചിട്ടില്ലായിരുന്നു. ഇതുവരെ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഇതൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ ഈ ഒരു ശർക്കര ചേർത്ത് നമുക്ക് ഈ ഒരു പാനീയം, ഈ ഒരു നാരങ്ങയുടെ ഈ ഒരു ജ്യൂസ് നമുക്ക് തരുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ഉള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 11:30ക്കാണ് കിട്ടുന്നത്. അത് പഴം ജ്യൂസാണ്. അതായത് നമ്മുടെ റോബസ്റ്റ പഴം ജസ്റ്റ് അടിച്ച് തരുന്നതാണ് പഴം ജ്യൂസ്. ചില ദിവസങ്ങളിൽ അതിനകത്ത് ശർക്കര പാനി കൂടെ കാച്ചി അത് കുറച്ച് ലൂസാക്കിയാണ് തരുന്നത്. ചില ദിവസം നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പല രീതിയിലാണ് തരുന്നത്. ചില പഴത്തിന് നല്ല മധുരമുള്ള ദിവസമാണെങ്കിൽ ജ്യൂസിന് നല്ല ഒരു മധുരം കാണും, അല്ലെങ്കിൽ ഇച്ചിരി മധുരം കുറവായിരിക്കും. മധുരം കുറവുള്ള ദിവസമാണ് അവർ ശർക്കരപ്പാനി ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മളുടെ ഒരു പഴം ഷാർജയുടെ ഒക്കെ ഒരു എഫക്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് തരുന്നത് 1 മണിക്കാണ് കേട്ടോ. അപ്പം 1 മണിക്ക് നമുക്ക് എന്നും തരുന്നത് ഈ ഒരു നാരങ്ങ ജ്യൂസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ 9 മണിക്കും ഇന്ന് നാരങ്ങ ജ്യൂസ് തന്നെയായിരുന്നു. അപ്പം സാധാരണ നമുക്ക് 9 മണിക്ക് തണ്ണിമത്തൻ ജ്യൂസാണ് കിട്ടേണ്ടത്. പക്ഷേ ഇന്ന് തണ്ണിമത്തൻ്റെ ഷോർട്ടേജ് കൊണ്ട് നമുക്ക് ആ സമയം നമുക്ക് നാരങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്നും നമുക്ക് നാരങ്ങ വെള്ളം തന്നെയാണ് കേട്ടോ തരുന്നത്. പിന്നീട് നമുക്കുള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4:30 മണിക്കാണ്. അപ്പം നമുക്ക് 4:30 മണിക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസ് തന്നെയാണ് തന്നത്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമാണ്, അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് തണ്ണിമത്തൻ ജ്യൂസ്. അത് തണ്ണിമത്തൻ മാത്രമാണ് അവർ മിക്സിയിൽ അരിച്ച് നമുക്ക് തരുന്നത്. നല്ല സൂപ്പറാണ് കേട്ടോ. മധുരമൊന്നും ഇടത്തില്ല, കാരണം മിക്കവാറും തണ്ണിമത്തൻ്റെ മധുരം കാണും. അഥവാ ഇച്ചിരി മധുരം കുറഞ്ഞാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും. സൂപ്പറാണ് കേട്ടോ തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ ഇത്രയും ജ്യൂസുകളാണ് നമുക്ക് ഒരു ദിവസം ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് കിട്ടുന്ന ജ്യൂസുകൾ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും രാത്രിയിൽ കോമൺ ആയിട്ടൊരു വെജിറ്റബിൾ സൂപ്പ് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നല്ല കുറുകുറേന്നിരിക്കും കേട്ടോ. ഭയങ്കര എരിയൊക്കെ, അതായത് കുരുമുളകിൻ്റെ എരിയൊക്കെ ആയിട്ടാണ് കേട്ടോ അത് തരുന്നത്. അത് ഭയങ്കര ഒരു റിച്ച് സംഭവമാണ് കേട്ടോ. നമുക്കത് ഒട്ടും വിശക്കത്തില്ല. അപ്പം അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയും വെണ്ടയ്ക്കയും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ നല്ലതുപോലെ അവർ വേവിച്ചുടച്ച് പിന്നെ ഒന്നും കൂടെ ചൂടാക്കി അതിനകത്ത് കുരുമുളകും ഉപ്പുമൊക്കെ ആഡ് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് നല്ല എനിക്കാണെങ്കിൽ എന്നും ഇക്കളുമൊക്കെ വരും കേട്ടോ. എനിക്ക് എരി കൂടിയ ഇക്കള് വരും കേട്ടോ. അപ്പോൾ എരിയൊക്കെ ആണെങ്കിലും എല്ലാവരും രാത്രി കഴിക്കും, കാരണം പിന്നെ ആർക്കും വിശക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേന്ന് 7 മണിക്കല്ലേ ഉള്ളൂ ജ്യൂസ്. അപ്പം അതുകൊണ്ട് എല്ലാവരും കഴിക്കും കേട്ടോ. പ്രകൃതി ചികിത്സയ്ക്ക് വന്നവർ കഴിച്ചാണ് കിടക്കുന്നതെന്ന് പറയുന്നവർക്ക് കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ജ്യൂസ് എന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?